എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷയെപ്പറ്റി നാം കഴിഞ്ഞ ആഴ്ച ചിലത് ആമുഖമായിട്ട് ചിലതൊക്കെ പറഞ്ഞു. രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ദൈവത്തിന്റെ പരിപാടി വളരെ പ്രാധാന്യമുള്ളതെന്നാണ്. കാരണം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം ആസൂത്രണം ചെയ്തതാണ്. ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ചിന്തിച്ച ഒരു വിഷയമാണ് രക്ഷ എന്നുള്ളത്. നമ്മുടെ പേരുകളൊക്കെ എന്ന ജീവസുഖത്തിൽ എഴുതുന്നതാണ്. ലോകസ്ഥാപനം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറക്കപ്പെട്ട് കുഞ്ഞാടായി അത് ദൈവം മാറ്റി വെച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ പരിപാടിയിലും ചിന്തയിലും അതീവ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. നാം നമ്മുടെ രക്ഷയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് അതിശയമല്ലേ? നമ്മുടെ രക്ഷയ്ക്ക് ദൈവം കൊടുത്ത പ്രാധാന്യം അത്രയധികമാണ്. നിത്യപ്രാധാന്യമാണ് ദൈവം കൊടുത്തത്. നമ്മുടെ രക്ഷയ്ക്കൊന്നും നാം അത്രയും പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. സുവിശേഷം പറയുന്ന സമയങ്ങളിൽ രക്ഷിക്കപ്പെടണമെന്നൊക്കെ പറയുമ്പോൾ ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്താ എന്ന് പറയുന്നത്. എനിക്ക് നരകത്തിൽ പോകുന്നതാ ഇഷ്ടമെന്ന് പോലും പറയുന്ന ആളുകളുണ്ട്. എൻ്റെ സ്നേഹിതന്മാരെല്ലാം അവിടെയാ. ഞാന് വളരെ ഏറെ ബഹുമാനിക്കുന്ന മൂവി സ്റ്റാറുകളെല്ലാം അവിടെയാണ് നരകത്തിൽ. അപ്പൊ അങ്ങനെ ഒരു നരകത്തിൽ പോകുന്നതിനാ എനിക്ക് ഇഷ്ടമെന്ന് ഒരാളെന്നോടൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി സ്റ്റാറിനെ പിടിച്ച് ജയിലിലിട്ട് നിങ്ങൾ ജയിലിൽ പോകുമെന്ന് ചോദിച്ചു. അല്ല, അതില്ല, എങ്ങനെയെങ്കിലും അയാളെ ജയിലിൽ നിന്ന് ഇറക്കാനേ നോക്കും പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ജയിലിനെ പറ്റി ഏതാണ്ടൊരു ബോധമുള്ളത് കൊണ്ടല്ലയോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നരകത്തെ പറ്റി ഞങ്ങൾക്ക് ഒരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പക്ഷേ നരകം എന്ന് പറയുന്നത് എന്തൊരു സ്ഥലമാണ്, എനിക്ക് അവിടേക്ക് പോകാനാണ് ഇഷ്ടമെന്ന് പറയുന്നത് എത്ര ബുദ്ധിമോശമാണ്. പക്ഷെ ആളുകൾ അങ്ങനെയൊക്കെയാണ്. രക്ഷയെക്കുറിച്ച് അത്ര ഗൗരവമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിലെ സങ്കടകരമായ കാര്യം. രക്ഷയെക്കുറിച്ച് മനുഷ്യൻ മാത്രമല്ല, രക്ഷയെക്കുറിച്ച് ദൂതന്മാര് നാം അനുഭവിക്കുന്ന രക്ഷയിലേക്ക് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതെന്താ ഇവർ ഈ അനുഭവിക്കുന്ന രക്ഷ? എങ്ങനെയാണ് ഇത്? എന്താണ് ഇതിൻ്റെ? അവരിങ്ങനെ ദൈവത്തെ നമ്മുടെ പിതാവേ എന്ന് വിളിക്കുന്നു. നമ്മളൊക്കെ ദൈവമേ യഹോവേ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് മുഖം മൂടി കണ്ടുകൊണ്ട് പറന്നൊക്കെയാണ് കരുവുകളും സറാബുകളും ഒക്കെ ആരാധിക്കുന്നത്. അപ്പൊ നമ്മളെക്കാളൊക്കെ വളരെ ചെറുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ കണ്ടു തേടി വന്ന് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ കയറി ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു. അതൊക്കെ എന്താണിത്? എന്താണ് ഇതിന്റെ രഹസ്യം? അതുപോലെ പാപം ചെയ്തതായിരിക്കുന്ന മനുഷ്യനെ ദൈവം രക്ഷിച്ച് ദൈവത്തിന് മകനാക്കുന്നു. ദൂതന്മാർക്ക് അങ്ങനെ ദൈവത്തിന്റെ മക്കളെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾക്കതൊക്കെ കിട്ടി. അപ്പോൾ ദൂതന്മാർക്ക് പോലും വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. അവർക്ക് പക്ഷെ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, അവർക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാവും. എന്ന് മാത്രമല്ല, സകല ഭൂമിയും മനുഷ്യപുത്രന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഈറ്റുന്നോട് കാത്തിരിക്കുക. പ്രത്യക്ഷത എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിലാണ്. അപ്പൊ ഇത് ഒരു സാർവത്രിക പ്രാധാന്യമുള്ള ഒരു വലിയ വിഷയമാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. അത് നാം മനസ്സിലാക്കണം. നമ്മുടെ രക്ഷയ്ക്ക് നമുക്ക് ഒരിക്കലും അമിത പ്രാധാന്യം കൊടുക്കാനൊക്കെ, ഞാൻ ആവശ്യത്തിൽ കൂടി പ്രാധാന്യം രക്ഷയ്ക്ക് കൊടുത്തു എന്ന് ആർക്കും ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഇത്രയും കൊടുത്താൽ പോരാല്ലോ എന്നാണ് വാസ്തവത്തില്. പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ പറയുന്നുള്ളൂ. ബ്രിട്ടന്റെ ലണ്ടൻ പട്ടണം കാണാൻ പോയതായിരിക്കുന്ന 50 ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ 50 ആളുകൾ ഇങ്ങനെ ലണ്ടൻ പട്ടണം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് വന്ന് വലിയൊരു മൺകൂന കണ്ടു, മണൽക്കൂന. ആ മണൽക്കൂലയിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് കാർഡ്. ഈ മണൽക്കൂനയിൽ നിന്ന് ഒരു പിടി വാരുന്നവനും വാരാത്തവനും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപോലെ ദുഃഖിക്കും. ഇതിൽ നിന്ന് ഒരുപിടി വാരുന്നവനും വാരാത്തവനും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപോലെ ദുഃഖിക്കും. അപ്പോ ഈ 50 പേരുടെ പകുതി ആളുടെ പറഞ്ഞാൽ ഭാര്യ ദുഃഖിക്കുമ്പോൾ എന്തിനാ വാരുന്നത്? ദുഃഖം വീട്ടിൽ ചെല്ലുമ്പോൾ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം വാരണ്ട. മറ്റവർ പറഞ്ഞ ഈ ദുഃഖം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന അറിയണമെങ്കിൽ ഭാര്യയല്ലേ വെക്കൂ. അവിടെ നമുക്ക് അതിൽ ഒരുപിടി വാരാമെന്ന് പറഞ്ഞു. അവര് 25 പേര് ഓരോ പിടി വാരി ഒരു ബാഗിലോ പോക്കറ്റിലോ ഒക്കെ ഇട്ട് വീട്ടിൽ ചെന്നു. മറ്റവർ വാരിയവർ വീട്ടിൽ ചെന്ന് ഈ മണല് നോക്കുമ്പോൾ മുഴുവൻ സ്വർണ്ണ മണല, അത് മുഴുവൻ നിറച്ച് സ്വർണ്ണപ്പൊടികളാ. അപ്പൊ അവര് പറഞ്ഞു, എന്റെടാ ഇതറിഞ്ഞിരുന്ന ഞാൻ ഒരു പിടിയുടെ വാരിയേനെ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പിടിയുടെ വാരിയേനെ. വാരാഞ്ഞർ അതേക്കുറിച്ച് കേട്ടപ്പോൾ പറഞ്ഞു, എന്റെ പോഷത്വം ഒരു പിടിയെങ്കിലും വാരാനൊത്തില്ലല്ലോ. ഈ സ്വർഗത്തെ പറ്റി പറയുമ്പോ അങ്ങനെയാ. സ്വർഗത്തിന്റെ മഹത്വം മനസ്സിലാക്കി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ പറയും, ഇത്രയും മഹത്വമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചെയ്തേ. ഒന്നും കാര്യമായിട്ട് ചെയ്യാതെ അവിടെ ചെന്നവര്
സ്വർഗം ഇങ്ങനെ നൽകിയത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ച് ഒരുപാട്. സ്വർഗത്തിൽ ചെല്ലുമ്പോ ചെയ്തവരും ചെയ്യാത്തവരും അതൃപ്തരാണ് എന്ന് ഒരർത്ഥത്തിൽ പറയാം. പക്ഷേ മോശമായ തൃപ്തിയല്ല, നല്ല തൃപ്തി. അങ്ങനെ ഉണ്ടല്ലോ നല്ല സാധനങ്ങളൊക്കെ. ഇത് ഇത്രയും സ്വാദാ നിറഞ്ഞിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പം കൂടെ എടുത്തിന് പറയുന്ന പോലെയാ. എടുക്കാഞ്ഞവര് കാര്യം പറഞ്ഞ് ഞാനത് ഒരെണ്ണം എടുക്കേണ്ടതായിരുന്നു, എടുക്കണമെന്ന് തോന്നിയ പിന്നെ കയ്യിലൊക്കെ എണ്ണയാകും. എനിക്ക് ഇച്ചിരി പ്രഷറും ഒക്കെ ഉള്ള ആളാണ്, ഷുഗറും ഒക്കെ ഉണ്ട്, എണ്ണയുള്ള കഴിക്കാനാന്ന് വിചാരിച്ചു. ഇത്രയും നിങ്ങൾ പറയുന്നത് പോലെ സ്വാദുള്ള കാര്യമാണ്. കഴിച്ചാൽ മറ്റെല്ലാ രോഗവും പോകുന്നൊക്കെ ഉള്ള ഉണ്ണിയപ്പമായിരുന്നെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചേ. ഈ രക്ഷയുടെ ഉപദേശത്തെ പറ്റി അങ്ങനെയാണ്. രക്ഷയുടെ ഉപദേശം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയവർ രക്ഷയെക്കുറിച്ച് കൂടുതൽ ആസ്വദിക്കും. അപ്പൊ അവര് പറയുന്നത് എന്തെന്നറിയോ, ഇത് ഇത്ര മഹത്വപൂർണ്ണമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ രക്ഷയെക്കുറിച്ച് കൂടുതൽ പഠിച്ചേ. അധികം പഠിക്കാതെ രക്ഷ അനുഭവിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന ആളുകൾ എന്താണ് സന്തോഷമുള്ള കാര്യമാണ്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷ പഠിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കിനെ. അതുകൊണ്ട് നമ്മൾ രക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാ. അതൊക്കെ പഠിക്കുമ്പോ നിങ്ങളിൽ ആർക്കും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, രക്ഷിക്കപ്പെട്ടാൽ പോലെ ഇങ്ങനെ പറയുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി, അത് കൂടുതലൊന്നും വേണ്ട. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് ഇടയാവില്ല. അപ്പൊ രക്ഷയുടെ സാധ്യതയെക്കുറിച്ച് ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നോ, ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിയും. ദി പോസിബിലിറ്റി ഓഫ് സാൽവേഷൻ. ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന സൃഷ്ടികളിൽ രക്ഷ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ അനുഭവം മനുഷ്യർക്ക് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. ദൂതന്മാരാരും രക്ഷയെക്കുറിച്ച് പറയുകയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൂതനെ പോലും അവിടെ കാണുകയില്ല. നരകത്തിലേക്ക് നോക്കിയാൽ ശിക്ഷിക്കപ്പെട്ട ദൂതന്മാരെ കാണാം. സ്വർഗത്തിലേക്ക് നോക്കിയാൽ പാപം ചെയ്യാത്ത വിശുദ്ധ ദൂതന്മാരെ കാണും. പക്ഷെ രക്ഷിക്കപ്പെട്ട ഒരു ദൂതനും കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവര് മനുഷ്യർ മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട മൃഗങ്ങളുമില്ല, രക്ഷിക്കപ്പെട്ട സസ്യങ്ങളുമില്ല. മനുഷ്യരെ മാത്രം സംബന്ധിക്കുന്ന ഒന്നാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ഈ മനുഷ്യർക്ക് മാത്രം ഇങ്ങനെ രക്ഷ കൊടുത്തു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന് മനുഷ്യാത്മാവിന്റെ അമർത്യതയാണ്. ദൈവം മനുഷ്യൻ നൽകിയതായിരിക്കുന്ന ആത്മാവിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് മരണമില്ലാത്തതാണ്. പാപത്തിന് ശമ്പളം മരണമാണെന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ദൈവത്തിലുള്ള വേർപാടാണ്. നമ്മളിവിടെ മരണം എന്ന് പറയുമ്പോൾ വേർപാടെന്നുള്ള അർത്ഥത്തിലല്ല, മരിച്ചില്ലാതെ പോവുക, ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ മനുഷ്യാത്മാവിനില്ല. മനുഷ്യന്റെ ശരീരം ഇല്ലാതെ പോകും, മണ്ണിലേക്ക് ലയിച്ചു പോകും. പക്ഷെ ആത്മാവ് ഒരിക്കലും ഇല്ല. ആത്മാവിനെ കുറിച്ച് പറഞ്ഞത് ഒന്നുകിൽ തന്ന ദൈവത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് യാതൊരു സ്ഥലത്തേക്ക് പോകും. ആത്മാവിന് മർത്യതയില്ല. അതെ, ഈ ആത്മാവിന്റെ അമർത്യത എന്ന് പറയുന്ന ഉപദേശമാണ് ഈ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നതിന്റെ കാരണങ്ങളൊന്നും. ദൈവത്തിന് സാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കഴിവുകളെ കുറിച്ചല്ല പറയുന്നത്, ആത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ ആത്മാവിന് അമർത്യതയുണ്ട്? ദൂതന്മാരുടെ ആത്മാവിനും അമർത്യതയുള്ളതാണെന്ന് അതിന്റെ വിചാരം എന്ന് പറയുന്നത്. കാരണം ദൂതന്മാരും ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ദൈവം അവരെ രക്ഷിക്കാൻ? നല്ല ചോദ്യമാണ്, ഒരു വലിയ ചോദ്യമാണ്. അമർത്യതയുള്ള ദൂതന്മാരെ എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചില്ല? അമർത്യതയുള്ള മനുഷ്യനെ മാത്രം ദൈവം രക്ഷിച്ചു. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നാണ് ലഭിച്ചത്. ശരീരം മണ്ണുകൊണ്ടാണ് മെനഞ്ഞതെങ്കിലും നമ്മിലുള്ളതായിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് എങ്ങനെയാ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം ഉണ്ടാക്കിയതല്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ രൂപത്തിൽ ജീവൻ വരട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കിയതല്ല. അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നെങ്കിൽ ഇതിനെ രക്ഷിക്കാനായിട്ട് കഴിയുമായിരുന്നു. ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ റൂഹ, മനുഷ്യന്റെ ശ്വാസം, നോസ്ട്രിൽസ്, അതിലേക്ക് പകർന്നതാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ജീവൻ തന്നത്. അമർത്യതയുള്ള ദൈവത്തിന്റെ ജീവനാണ് നമ്മിലേക്ക് പകർന്നു തന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന ഒരു വലിയ കാര്യമാണ്. അത് നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അപ്പോ ഈ ആശയത്തിനെതിരെയുള്ള ആശയം ക്രൈസ്തവ കോളത്തുണ്ട്. യഹോവ സാക്ഷിക്കാരുടെ ഇടയില്, യേശുനാമക്കാരുടെ ഇടയിലൊക്കെ സ്വാഭാവിക രക്ഷ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കണ്ടീഷണൽ സാൽവേഷൻ. ജീവനോടെ ഇരിക്കുന്ന കാലത്ത് കണ്ടീഷൻ സാൽവേഷൻ അല്ല, കണ്ടീഷൻ ഇമ്മോർട്ടാലിറ്റി.
ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് മരിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ, അവരുടെ ഭാഷയിൽ പറഞ്ഞ യഹോവ സാക്ഷി സഭയിൽ ചേർന്നവർക്കും അവർക്ക് മാത്രമേ ഉള്ളൂ എന്ത് ഈ അമർത്യത. അല്ലാത്ത മനുഷ്യരെല്ലാം മരണത്തോടുകൂടെ അങ്ങ് പോവുക. ചിലരുടെ പ്രദേശത്തിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവം അവരെ ഇല്ലായ്മ ചെയ്യുമെന്നാണ്. നരകത്തിലേക്ക്, നരകമൊന്നില്ല, ഇല്ലായ്മ ചെയ്യും. അനിഹിലേഷൻ എന്നാണ്. മനുഷ്യന്റെ ആത്മാവിനെ അനിഹിലേറ്റ് ചെയ്യും, ഇല്ലായ്മയാണ്. എന്നാൽ അങ്ങനെ ഒരു ഉപദേശം ബൈബിൾ പറയുന്നില്ല. കർത്താവ് ഉയർപ്പിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു എന്നാണ്. അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. ശരീരം ആത്മാവ് ശല്യപ്പെട്ടു പോയാലും അതില്ലാതെയാകുന്നില്ല, അത് മടങ്ങി വരാവുന്ന ഒരു കണ്ടീഷനിലാണ് അതിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷണൽ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, സ്വാഭാവിക അമർത്യത എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു ഉപദേശമല്ല. മനുഷ്യൻ പാപം ചെയ്ത വഴി അവന്റെ ആത്മാവ് നശിച്ചുവെന്നും രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ അമർത്യതയുള്ളൂ എന്നുമാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇല്ല, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ടില്ല. ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധത്തിനാണ് നഷ്ടപ്പെട്ടത്. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്, സെപ്പറേഷൻ. ദൈവവുമായി ഉള്ള മനുഷ്യന്റെ കൂട്ടായ്മ ബന്ധത്തിന് അന്തം വന്നു. അതിനാ വന്നത്. അമർത്യത മനുഷ്യൻ ഇല്ലാതെയായിട്ടില്ല, അവന്റെ ആത്മാവ് ഇല്ലാതെയൊന്നും ആയിട്ടില്ല. അങ്ങനെ ആയിട്ടില്ല. രക്ഷിക്കപ്പെടുമ്പോൾ പിന്നെ ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തരികയൊന്നും അങ്ങനെയുള്ള സഹായമൊന്നുമില്ല. ആ ബന്ധമാണ് പുനഃസ്ഥാപിക്കുന്നത്, ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് സാൽവേഷൻ എന്ന് പറയുന്നത് മെറ്റഫിസിക്കൽ അല്ല, ആധ്യാത്മികമായ ഒന്നല്ല, അത് ധാർമ്മികമായ ഒന്നാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പാപം ചെയ്ത മനുഷ്യന് ദൈവവുമായി ബന്ധമില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ആ ബന്ധം പുനഃസ്ഥാപിക്കും. അതെവിടെ നടക്കുന്നുള്ളൂ. അത് പുനഃസ്ഥാപിക്കപ്പെടുവാനായിട്ട് ആവശ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവുമായി നമ്മെ വേർപെടുത്തിയ ഘടകം എന്താണോ ആ ഘടകത്തിന് ദൈവം ഒരു പരിഹാരം വരുത്തും. പാപമാണ് ദൈവവുമായി നമ്മെ അകൽച്ച് വേർപെടുത്തിയത്. ആ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തുമ്പോൾ അത് തിരിച്ചു വരുന്നു. അവിടെ ഇവിടെയും നിന്നതായിരിക്കേണ്ട ആളുകൾ വലിയ മലയങ്ങുണ്ടായി. അപ്പോ ഒരാൾ അവിടെ ഒരാൾ ഇവിടെയായി, അവർ തമ്മിൽ വേർപെട്ടു. അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന എന്ത് ചെയ്യണം? ഈ മലയെ മാറ്റണം. കർത്താവ് ചെയ്യുന്ന അതാണ്, പാപമാകുന്ന മലയെ മാറ്റും. അപ്പം ദൈവവും മനുഷ്യൻ തമ്മിൽ വീണ്ടും ബന്ധപ്പെടുവാനായിട്ട് ഇടയാകും. അവിടെ നിന്ന് മനുഷ്യൻ എന്തെങ്കിലും വ്യത്യാസം വന്നെന്നുള്ളത് ഭാവിയായി എന്നുള്ള കാര്യം ശരിയല്ല, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ശരിയാണ്. എന്നല്ലാതെ പാപം ചെയ്തതായിരിക്കുന്ന നിമിഷം ആദം എന്തോ സംഭവിച്ചു, തൂക്കി നോക്കിയപ്പോൾ 80 കിലോ ഉണ്ടായിരുന്ന ആദാമിന് 50 കിലോയേ ഉള്ളൂ, 30 കിലോ നഷ്ടപ്പെട്ടു. എവിടുത്തെ? അവന്റെ ആത്മാവ് ചത്തുപോയി. ആത്മാവിന്റെ ഭാരത്തെ പറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത വേദശാസ്ത്രികളൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കുന്നില്ല ഒരാള് മനുഷ്യന്റെ ആത്മാവിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഭാവിയായിരുന്ന സമയത്ത് ബാലൻസിൽ കയറി നിന്നിട്ട് വെയിറ്റ് എഴുതി, എന്നിട്ട് ശേഷമായി സ്വീകരിച്ചിട്ട് വീണ്ടും വെയിറ്റ് കൂടുന്ന നോക്കിയോ, എങ്ങനെ ചെയ്തതെന്നറിയില്ല. ഏതായാലും അങ്ങനെ വെയിറ്റ് ഒന്നും കൂടുന്നില്ല, ബന്ധമാണ് കൂടുന്നത്. ദൈവത്തിൽ നിന്നും അകന്നു പോയവരായ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഈ നിരപ്പ് എന്ന് പറയുന്ന, റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രക്ഷയിൽ നടക്കുന്നത്. റെക്കൺസിലിയേഷൻ, രണ്ടാളുകൾ തമ്മിൽ ബന്ധം അകന്നു പോയി. അപ്പൊ ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം പറയുന്നത്. നിരപ്പിന്റെ ശുശ്രൂഷ, ദൈവത്തോട് മനുഷ്യനെ വീണ്ടും നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് സുവിശേഷ പ്രസംഗം. ആ സുവിശേഷ പ്രസംഗം വഴി സംഭവിക്കുന്നത് എന്താണ്? 1 പാപബോധം വരുന്നു, 2 നീതിബോധം വരുന്നു, യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ദൈവവുമായുള്ള ആ ബന്ധത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഇമ്മോർട്ടാലിറ്റി ഓഫ് സോൾ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വളരെ വളരെ കാരണമായി തീർന്ന ഒന്നാണ്. രണ്ടാമത് നമ്മെ രക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ മനുഷ്യവർഗത്തിന്റെ ഏകതയാണ്, യൂണിറ്റി ഓഫ് ഹ്യൂമൻ റേസ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മൃഗങ്ങളെ സൃഷ്ടിച്ചതുമായിട്ട് വ്യത്യാസമാണ്. മൃഗങ്ങളെയൊക്കെ കൽപ്പിച്ച് സൃഷ്ടിക്കുകയാണ്. ഓരോ പശുവിനെ മണ്ണെടുത്ത് ദൈവം രൂപപ്പെടുത്തിയിട്ട് ഒരു പശുവിൽ നിന്നും ഒരു വാരിയിൽ ഉണ്ടാക്കി, അടുത്ത കാളയെ ഉണ്ടാക്കി, അല്ലെങ്കിൽ കാളയിൽ നിന്ന് പശുവിനെ ഉണ്ടാക്കി, അങ്ങനെ പോലെ ഉണ്ടാക്കി. ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞാൽ ഉണ്ടായി, ആണും പെണ്ണുമായി ഉണ്ടാകേണ്ടതെന്ന് പറയുമ്പോൾ ആണും പെണ്ണുമായി ഉണ്ടായി. അങ്ങനെയാണ്. പിന്നെ മനുഷ്യനെ അങ്ങനെയല്ല. ഈ ഏകത്വം എന്ന് പറയുന്ന, യൂണിറ്റി ഓഫ് റേസ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, ദൂതന്മാർക്കുമില്ല. ദൂതന്മാർക്കുമില്ല. ഏക മനുഷ്യനിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു, ആദമിന്റെ ഒരു ഭാര്യയിലെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി. അപ്പോ അടിസ്ഥാനപരമായിട്ട് ആദമിൽ എന്തുണ്ടോ
അത് ഹവ്വയിലും ഉണ്ട്. കാരണം ആദമിൽ നിന്നാണ് ഹവ്വ വന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈ മനുഷ്യവർഗത്തിന്റെ ഏകത എന്ന് പറയുന്ന രക്ഷയ്ക്കുള്ള കാരണങ്ങളൊന്നും, ദൂതന്മാരെ ദൈവം രക്ഷിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഏകതാ പ്രമാണം അവർക്കില്ല. ഓരോ ദൂതനെയും സെപ്പറേറ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഒരു ദൂതൻ പാവം ചെയ്തപ്പോൾ എല്ലാ ദൂതന്മാരും ഭാവികളായി തീർന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീതിമാന്മാരെ ദൂതന്മാരുണ്ടല്ലോ, എല്ലാവരും ഭാവിയായ മുഴുവൻ ദൂതന്മാരും വേണ്ടേ? ഇല്ല. വിശുദ്ധ ദൂതന്മാരുണ്ട്, പാപം ചെയ്യാതെ വിശുദ്ധി കൺഫേംഡ് ആയിട്ടുള്ള ദൂതന്മാരുണ്ട്. അവരെയാണ് വിശുദ്ധ ദൂതന്മാരെന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യർപ്പെട്ടപ്പോൾ വിശുദ്ധ മനുഷ്യരില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അപ്പൊ ഈ മനുഷ്യന്റെ ഏകത അല്ലെ ഏകത്വം എന്ന് പറയുന്ന ഭയങ്കര ഒരു ഉപദേശമാണ്. ആദം പാപം ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും പാപികളായി തീർന്നു. അതുപോലെ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ചെയ്തത് എന്താണ്? ഈ ഏകതയുടെ പ്രമാണമാണ്. ഏക മനുഷ്യനാൽ പാപം വന്നതുപോലെ തന്നെ ഏകനാൽ നീതിയും വന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനാൽ. പക്ഷെ ആ വർഗത്തിൽ വരണം. ആദാമി വർഗത്തിൽ ജനനം കൊണ്ടുവരും, യേശു ക്രിസ്തുവിന്റെ വർഗത്തിൽ വീണ്ടും ജനനം കൊണ്ടുവരും. അങ്ങനെ രണ്ട് വർഗമേ ഉള്ളൂ ലോകത്തിൽ. ഒരുവൻ ക്രിസ്തുവിലാവനും പുതിയ സൃഷ്ടിയാകുന്നു. പഴയ സൃഷ്ടി ആദാമിനെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് ആദാമി ജനിക്കുന്നവരെല്ലാം ആദാമി വർഗത്തിന്റെ ഭാഗമാണ്, വീണ്ടും ജനിക്കുന്നവരെല്ലാം ക്രിസ്തു വർഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഏകത എന്ന് പറയുന്നതായിരിക്കുന്ന യൂണിറ്റി ഓഫ് ഹ്യൂമൻ റേസ് എന്ന് പറയുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള അതിപ്രധാന കാരണങ്ങളൊക്കെ. പശുവിനെ പോലെ മൃഗത്തെ പോലെയും ഒക്കെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, ദൂതന്മാരെ പോലെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ സാധിക്കുക. ഇപ്പൊ വേദശാസ്ത്രം പറയുന്ന ദൈവം ദൂതന്മാരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പാപം ചെയ്ത ഓരോ ദൂതനു വേണ്ടി ഓരോ പ്രാവശ്യം ദൂതനായി വന്ന് മരിക്കണമായിരുന്നു. ഓരോ ദൂതനു വേണ്ടി മരിക്കണമായിരുന്നു. മനുഷ്യർക്ക് ഓരോ മനുഷ്യ വേണ്ടി അങ്ങനെ മരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ മരണം കൊണ്ട്, ഏകമരണത്താൽ, ഏകമരണത്താൽ. അത് ഈ യൂണിറ്റി ഓഫ് ഹ്യൂമൻ റേസിന്റെ അതിപ്രധാനമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലൊക്കെ 12 മുതലുള്ള വാക്യങ്ങളൊക്കെ അതേക്കുറിച്ചാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വേദഭാഗങ്ങളാണ്. ഏക മനുഷ്യന്റെ പാപത്തെ മരണവും ലോകത്തിൽ വന്നു, മരണം എല്ലാവരിലും കാണും. നീതീകരണത്തിന്റെ കാര്യം അങ്ങനെ ഏകന്റെ നീതീകരണത്താൽ എല്ലാവരും ആ വർഗത്തിൽപ്പെട്ട എല്ലാവരും നീതീകരിക്കപ്പെടാനിടയായി. അങ്ങനെ രണ്ട് വർഗമേ ഉള്ളൂ. ക്രിസ്തു വർഗമെന്നും ആദാമി വർഗമെന്നും പറഞ്ഞ രണ്ട് വർഗമേ ഉള്ളൂ. ജനിക്കുമ്പോൾ എല്ലാവരും ആദാമി വർഗത്തിൽ വരുന്നു, വീണ്ടും ജനിക്കുമ്പോൾ എല്ലാവരും ക്രിസ്തു വർഗത്തിൽ വരുന്നു. അതുകൊണ്ടാണ് നിക്കോദെമോസിനോട് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണാൻ പോലും സാധിക്കില്ല. കാരണം വീണ്ടും ജനിച്ചവർക്ക് മാത്രമുള്ളതാണ് സ്വർഗരാജ്യം. ആദാമിൽ ജനിച്ചവർക്കൊക്കെ പാപം ചെയ്തവരായതുകൊണ്ട് നിത്യനരകമാണ് അവർക്ക് അവകാശമായിട്ട്. അതിൽ നിന്ന് പിന്നെ രക്ഷ കിട്ടണമെങ്കിൽ അതിനൊരു മോചനം കിട്ടണം. ഒരു ലീഗൽ ട്രാൻസാക്ഷൻ ആണെന്ന് പറയും, ഒരു നിയമപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഫോറൻസിക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മെറ്റഫിസിക്കൽ അല്ല, അതായത് ധാർമ്മികമല്ല. മനുഷ്യനെ പാപം ചെയ്തപ്പോൾ എന്തോ നഷ്ടമായി പോയി, അവന്റെ ആത്മാവ് നഷ്ടമായി പോയി. ഇപ്പൊ ജഡം മാത്രമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഇനി അവനെ രക്ഷിക്കണമെങ്കിൽ ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് അവന്റെ ഉള്ളിൽ വെക്കണം. അങ്ങനെയൊന്നും വേണ്ട, ഒന്നും സൃഷ്ടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ സൃഷ്ടിയാകുകയാണ്, ബന്ധം റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ അവനിലേക്ക് വരുന്ന ഒന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാഗമല്ല, ദൈവത്തിന്റെ ഭാഗമാണ്. അത് മനുഷ്യനെ ഒരു കൂടാരമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമായിട്ട് ദൈവമാക്കിയിട്ട് ആ മന്ദിരത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി വസിക്കുന്നതാണ് തത്വത്തിലെ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഒരിക്കൽ മനുഷ്യന്റെ ഭാഗമായി തീരുന്നില്ല. അതെ, മനുഷ്യന്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട മനുഷ്യൻ അവൻ ജീവിക്കുന്നു. പക്ഷെ മനുഷ്യവർഗത്തിന്റെ ഭാഗമല്ല. കാരണം ജനിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ആത്മാവില്ല. വീണ്ടും ജനിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവ്. അത് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മിൽ വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ശരിക്കും മനസ്സിലാക്കണം. മാവിൽ ഇത്തിക്കണി വസിക്കുന്ന പോലെയല്ല പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത്. അതൊരു ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു ബന്ധത്തെ കുറിച്ചാണ്. അപ്പോ ഈ മനുഷ്യവർഗത്തിന്റെ ഏകത എന്ന് പറയുന്നതും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് മനുഷ്യൻ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുന്നതിന്റെ കാരണം പാപത്തിന്റെ സ്വഭാവമാണ്. പാപത്തിന്റെ സ്വഭാവം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. പാപം എന്ന് പറയുന്നത് ഒരു മെറ്റഫിസിക്കൽ കാര്യമല്ല, ആധ്യാത്മിക കാര്യമല്ല, അത് ഒരു ധാർമ്മിക കാര്യമാണ്. എത്തിക്കൽ ഫോറൻസിക് മാറ്റർ പാപം എന്ന് പറയുന്നത്. അപ്പൊ പാപ സ്വഭാവത്തെ പറ്റി മനസ്സിലാക്കണം. അതെ,
മൂന്ന് പ്രത്യേക സ്വഭാവങ്ങള് പാപത്തിലുള്ളതായിട്ട് നമുക്ക് കാണാം. ഒന്നാമത്, വീണുപോയ ദൂതന്മാർ അവരുടെ വ്യക്തിപരമായ ലംഘനത്താൽ പാപികളായി. വീണുപോയ ദൂതന്മാർ, ഓരോ ദൂതന്മാരും വ്യക്തിപരമായ ലംഘനമാണ്. സാത്താന്റെ പാപത്തിൽ വ്യക്തിപരമായ ഒരു ചോയ്സായിട്ട് ഒരു പങ്കാളികളായി എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ലൂസിഫർ പാപം ചെയ്തപ്പോ മൂന്നിലും ദൂതന്മാർ പാപികളായി തീർന്നൊരു ഉപദേശമില്ല. ഓരോരുത്തരും പാപം ചെയ്തുകൊണ്ടാണ്. പാപം ചെയ്യാഞ്ഞൊരു ദൂതൻ കൂട്ടമുണ്ട്, 3-2 ദൂതന്മാർ. 3-2 അങ്ങനെ കണക്ക് പറയുക. അതൊക്കെ ബൈബിളിൽ എവിടാന്നൊക്കെ ചോദിച്ചാലേ കർത്താവ് അങ്ങനെ ഒക്കെ പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ ഇടയ്ക്കിലേക്ക് വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പാപം ചെയ്ത ദൂതന്മാർ 12 ലഗ്യോനാണ് എന്നും 3-1 നക്ഷത്രങ്ങൾ വീണുപോയി എന്നാണ് സാത്താൻ തന്റെ 3-1 വലിച്ചു താഴെ ഇട്ടു. അപ്പൊ 3-1 ആകുമ്പോ 3-2 എന്ന് പറയുന്ന 12 ലക്ഷമാണെങ്കിൽ 3-1 എത്ര ആയിരിക്കും? 6 ലക്ഷമായിരിക്കും. അപ്പൊ 6 ലക്ഷം പിശാചുക്കളുണ്ടെന്നല്ല, പിശാചൊന്നേ ഉള്ളൂ, 6 ലക്ഷം ഭൂതങ്ങളുണ്ടെന്നാണ്. 12 ലക്ഷം അതൊന്നും ബൈബിൾ അങ്ങനെ കണക്കൊന്നും പറയുന്നില്ല. ലഗ്യോൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളതിനൊക്കെ ഒരു റോമൻ ലീജിയൻ എന്ന് പറയുന്നത് 12,000 ആണ് എന്നൊരു കണക്കുണ്ടെന്നല്ലാതെ സ്വർഗത്തിന്റെ ലീജിയനും ഇത് തന്നെയാണോ ഒന്നും നമുക്കറിയില്ല. ഒന്നും അറിയില്ല. അതൊക്കെ പിന്നെ നിങ്ങൾ അതേക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞാനും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ തിയോളജി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചൊറിയണ്ടേ? പണ്ടുകാലത്തെ ഏറ്റവും വലിയ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഒരു നൂല് നോക്കുന്ന സൂചന അറ്റത്ത് എത്ര ദൂതന്മാർക്ക് ഇരിക്കാം. അത് ദീർഘകാലത്തെ വലിയ ഡിബേറ്റ് ആയിരുന്നു വേദശാസ്ത്രികളുടെ. എന്നിട്ട് ഒരു വേദശാസ്ത്രി ഒരു കണക്കുമായിട്ട് വന്നെന്നാ പറയുന്നത്. എങ്ങനെയാ കണക്ക് വന്നെന്ന് എനിക്കറിയില്ല. രസകരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വേറെ സുവിശേഷവും പറയാൻ താല്പര്യവുമില്ല, പ്രാർത്ഥിക്കാനും താല്പര്യമില്ല, വചനം വായിക്കാനും താല്പര്യമില്ല, ചുമ്മാതെ ഇരുന്ന് ഏതാ അഥേനയിലെ ആളുകളെ പറ്റി പറയുകയല്ലേ, വെറുതെ ഇരുന്ന് വലുതും പുതിയത് കിട്ടുമെന്ന് വിചാരിച്ച് കുത്തിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളോട്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു പുതിയത് അബദ്ധമായാലും സുബദ്ധമായാലും പറയുന്നത് കേൾക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ വേദശാസ്ത്രത്തിലും അങ്ങനെ കുറെ ആളുകളുണ്ട്, കുറച്ച് വേദശാസ്ത്രികളുണ്ട്. അവരെന്താന്ന് ചോദിച്ചാൽ വെറുതെ ഇങ്ങനെ വാചം അടിച്ചോണ്ടിരിക്കും. നമുക്കതിന് സമയമൊന്നുമില്ല. അപ്പൊ ഇനി ദൂതന്മാർ 2 കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും എത്രയാണെന്നറിയില്ല. പണ്ട് IAS ഇന്റർവ്യൂവിന് ചെന്നപ്പോ ഒരു മനുഷ്യനോട് ചോദിച്ചു, കേരളത്തിൽ എത്ര കാക്കകളുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു 900 കാക്കകളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, കൂടുതലുണ്ടെങ്കിൽ ഈ സംസാരിക്കുന്നതിന്റെ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് പറന്ന് കയറിയാന്ന് പറഞ്ഞു. കുറവുണ്ടെ ഇവിടുന്ന് പറഞ്ഞാൽ ചെന്നൈയിലേക്ക് പറന്ന് പോയത് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയും, എത്ര ദൂതന്മാർ വീണ് പോയെന്ന് ചോദിച്ചാൽ 900 ദൂതന്മാർ വീണ് പോയി. കൂടുതലുണ്ടെങ്കിൽ അതിന് ശേഷം വീണതാ. കുറവ് വരാൻ സാധ്യതയില്ലല്ലോ, കാരണം ദൂതന്മാർക്കെങ്ങും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല. ഏതായാലും ഈ പാപത്തിന്റെ സ്വഭാവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് സഹായകരമായി തീർന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാലും, വീണുപോയതായിരിക്കുന്ന ദൂതന്മാർ ഓരോരുത്തരായി പാപം ചെയ്തപ്പോ വീണുപോയ മനുഷ്യർ ഓരോരുത്തരായിട്ടല്ല പാപം ചെയ്തത്. എല്ലാ മനുഷ്യരും ആദാമിലുണ്ടായിരുന്നു എന്നാ പറയുന്നത്. എല്ലാ മനുഷ്യരും ആദാമിലുണ്ടായിരുന്നു. ഞാനും ആദാമിലുണ്ടായിരുന്നു, നിങ്ങളും ആദാമിലുണ്ടായിരുന്നാണ് വേദശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. പ്രൊഡ്യൂഷനിസം എന്ന് പറയും. പ്രൊഡ്യൂഷനിസം, പേരൻസിൽ നിന്നാണ് മക്കൾക്ക് ആത്മാവിനെയും ജീവനെയും എല്ലാം കിട്ടുന്നത്. അപ്പൊ ആദാമിലെല്ലാം ഉണ്ടായിരുന്നതാണ്. ടോട്ടൽ ഹ്യൂമാനിറ്റി വാസ് പ്രസന്റ് ഇൻ ആഡം. ആദം പാപം ചെയ്തപ്പോൾ അവരെല്ലാവരും അതിൽ പങ്കാളികളായി തീർന്നു. അത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണെന്നാണ് വചനം പറയുന്നത്. കാരണം അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ആര് ദശാംശം കൊടുത്തതായിട്ടാണ് ബൈബിൾ പറയുന്നത്? ലേവി കൊടുത്തതായിട്ടാണ് പറയുന്നത്. കാരണം ലേവി എവിടെയായിരുന്നു? അബ്രഹാമിന്റെ കടിപ്രദേശത്തായിരുന്നു. അന്ന് അബ്രഹാമിന് മക്കളുണ്ടായിട്ടില്ല, ഇസ്ഹാക്ക് ജനിച്ചിട്ടില്ല, യാക്കോബ് ജനിച്ചിട്ടില്ല. യാക്കോബിന്റെ 12 മക്കളുടെ ഒരാളല്ലേ ലേവി. അപ്പൊ മെൽക്കിസദേക്കിന് അബ്രഹാം ദശാംശം കൊടുത്തപ്പോ ദൈവം പറഞ്ഞത് അത് ലേവി ദശാംശം കൊടുത്തതായി. അപ്പൊ ആദം പാപം ചെയ്തപ്പോ ആ പാപത്തെ കുറിച്ച് പറയുന്നത് ആദമിൽ സന്നിഹിതരായിരുന്ന മനുഷ്യർക്ക് മുഴുവനും പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നാണ്. അതാണ് ഈ പാപം ഒരിക്കലും ആരോപിക്കുന്നില്ലെന്നാ, നീതി ആരോപിക്കാനൊക്കെ ഒരാൾ ചെയ്തതായിരിക്കുന്ന കുറ്റം വേറൊരാൾ തലയിൽ കിട്ടി വെക്കുന്നത് ശരിയല്ല എന്നോ? ജോസഫ് ഈസോരം ചെയ്ത കുറ്റത്തിന് എന്നെ പിടിച്ച് തല്ലിയാൽ ശരിയാവും? ശരിയാകില്ല. അപ്പൊ ആദാമിൽ നമ്മളെല്ലാവരും പാപം ചെയ്തു എന്നാണ്.
അതുകൊണ്ട് ആദാമിന്റെ പാപം നമ്മുടെ മേൽ കെട്ടിവെക്കുകയല്ല, ആദാമിന്റെ പാപത്തിൽ നാം പങ്കാളികളായി. അതുകൊണ്ടാണ് ഏക മനുഷ്യനായ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലും പകർന്നു എന്നാണ്. സകല മനുഷ്യരും. എന്നാൽ നീതീകരണത്തിന്റെ കാര്യം അതുപോലെയല്ല. നീതീകരണം എന്ന് പറഞ്ഞാൽ ഇംപ്യൂട്ടഡ് റൈറ്റ്യസ്നെസ് ആണ്. നീതി നമ്മുടെ പേരിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി നമ്മുടെ പേരിൽ കണക്കിടുക. അത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ നീതിമാന്മാരായി തീരുകയല്ല, നീതീകരിക്കപ്പെടുകയാണ്. റോമൻ കത്തോലിക്കന്റെ ഉപദേശം അനുസരിച്ച് നീതിമാന്മാരായി തീരുകയാണ് വേണ്ടത്. അവർ നീതീകരണത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ നീതീകരണത്തിന് അവർ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് നീതീകരണം എന്ന് പറഞ്ഞാൽ ഇംപ്യൂട്ടേഷൻ ഓഫ് റൈറ്റ്യസ്നെസ് ആണ്. അവർക്ക് നീതീകരണം എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് റൈറ്റ്യസ്നെസ് ആണ്. ആ വ്യക്തികൾക്ക് ദൈവം അവന്റെ ഉള്ളിൽ നൽകുന്നതായിരിക്കുന്ന നീതിയാണ്. അപ്പോ പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് ആദാമിന്റെ പാപത്തിന്റെ പ്രത്യേകതയുണ്ട്. അല്ലെ, ഹവ്വയുടെ പാപം ആദാമിന്റെ പാപമായിട്ടാണ്. കാരണം അവർ യൂണിറ്റി ഓഫ് ഹ്യൂമൻ റേസ് ഉണ്ടല്ലോ. ആദാഹുമാരും ഇതാണ്, ഏകദേഹമായി തീരുന്നതാണ്, ഏകദേഹമായി. അതുകൊണ്ട് ഹവ്വ പഴം പറിച്ച് തിന്നപ്പോ ഹവ്വ നഗ്നയായോ? പഴം പറിച്ച ആദ്യം ഹവ്വയല്ലേ തിന്നത്. അപ്പൊ ഹവ്വ നഗ്നയായോ? തന്നോടുകൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. തന്നെ ആദവും ഹവ്വയും പഴം തിന്നു കഴിഞ്ഞപ്പോഴാണ് അവർ കണ്ണു തുറന്നത്. കാരണം അവർ വൺ യൂണിറ്റി എന്നുള്ളതായിരിക്കുന്ന പ്രമാണം അവിടെയുണ്ട്. അപ്പോ ആദം പ്രൊഫ്യൂസ് ചെയ്തിരുന്നെങ്കിലും ഹവ്വ പഴം കൊണ്ട് കൊടുത്തപ്പോ ഓടി, ദൈവം തിന്നരുന്ന് പറഞ്ഞ പഴവും പറിച്ചു കൊണ്ട് വന്നിരിക്കുക, ഞാൻ തിന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി എന്തായിരുന്നു? സ്ഥിതി എന്തായിരുന്നു എന്ന് നമ്മൾ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല. തിന്നാതിരിക്കുന്ന പ്രശ്നമില്ല. അത് അവരൊരു യൂണിറ്റ് ആയതുകൊണ്ട് തിന്നാതിരിക്കുന്ന പ്രശ്നമില്ല. തിന്നാനുള്ള നിർബന്ധം ഉണ്ടായെന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ തിന്നു. കാരണം ഒന്നായതിനെ വെട്ടിമുറിക്കാൻ പോകും. അവർ മേലെ രണ്ടല്ല ഒരു ദൈവത്തിന് വെട്ടിമുറിക്കാൻ ഒന്നുമില്ല. വിവാഹമോചനം അനുവദിക്കാത്തതിന്റെ കാരണം അതാണ്. അവർ ഏകദേഹമായി തീർന്നു. അതിനെ ദൈവം യോജിപ്പിച്ച മനുഷ്യൻ വെട്ടിമുറിക്കരുതെന്ന്. വിവാഹമോചനങ്ങൾ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല, ദൈവം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അല്ല, ആരൊക്കെ എന്തൊക്കെ നീതീകരണം കൊണ്ടുവന്നാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യും. അപ്പോ ആദം പഴം പറിച്ചത്, ഹവ്വ പഴം പറിച്ചതെന്നു ആദാമിനും കൊടുത്തു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തന്നെ അറിഞ്ഞു. അതൊരു യൂണിറ്റാണ്. അതാ യൂണിറ്റി. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഈ ഹവ്വ പഴം പറിച്ചതിനുള്ള കാരണം എന്താ? ഹവ്വ പഴം പറിച്ചതിനാൽ നല്ലതെന്ന് കണ്ടു, അതെ, അതാണോ കാരണം? അതല്ല കാരണം. അതാ ഇതിലേക്ക് നയിക്കാനുള്ളതായിരിക്കുന്ന മുഖാന്തരങ്ങളൊന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ അവിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനയിൽ ആർക്ക് അവിശ്വാസം ഉണ്ടായി? ആദവുമാർക്ക് അവിശ്വാസം ഉണ്ടായി. അതിന് പകരം തിന്നാൽ മരിക്കയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായി. ആ വിശ്വാസം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടാൽ നല്ലൊരു പഴം ഏത് മനുഷ്യൻ കണ്ടാൽ തന്നെ തോന്നും തിന്നണമെന്ന്. പിന്നെ തിന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ്, ജ്ഞാനം പ്രാപിപ്പാനും നല്ലതാണെന്ന് കണ്ടാൽ തന്നെ പറയില്ലേ, നല്ല ചുവന്ന് തുടിച്ചിരിക്കുന്ന ചില മാമ്പഴം വാങ്ങിക്കാൻ പോകുമ്പോൾ ചില മാങ്ങകളെ ഈ കൊട്ടയിലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാതെ ഒരെണ്ണം വാങ്ങാൻ നമുക്ക് തോന്നും. കാരണം അതത്ര മനോഹരമാണ്. ഇപ്പോ ഹവ്വ പറിച്ചിരുന്ന പഴം ആപ്പിളായിരുന്നോ മാങ്ങയായിരുന്നോ എന്നൊക്കെ ആളുകൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതെന്തായിരുന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും കാൺമാൻ നല്ലതും തിന്മാൻ, അങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്താ കണ്ടു. അപ്പൊ ലസ്റ്റ് എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രമാണമാണ്. പക്ഷെ ആ ലസ്റ്റ് ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് ഇന്റേണൽ പ്രോബ്ലം ആയിരുന്നില്ല, ഒരു എക്സ്റ്റേണൽ പെർസുവേഷൻ ആയി. കാരണം ഈ പഴം എന്നും കണ്ടതാണ്, ദൈവം അവരെ കാണിച്ചു കൊടുത്താണ്. തോട്ടത്തിലൂടെ ഇത് നോക്കി 2 പഴങ്ങളുണ്ട്, ഈ വഴിയും ആ വഴിയും, ഈ വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ തിന്നരുത്, അത് ഇഷ്ടംപോലെ തിന്നാൻ, മറ്റെല്ലാം തിന്നാൻ, ഇത് തിന്നാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കണ്ടതാണ്. അന്ന് കണ്ടപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ സാത്താൻ അവരുടെ അറ്റൻഷൻ അതിലേക്ക് നയിക്കുകയും
ആ പഴം തിന്നാൽ ഉണ്ടാകുന്ന നന്മകളെ കുറിച്ച് പറയുകയും ചെയ്തപ്പോ പെട്ടെന്ന് അത് അട്രാക്റ്റീവായിട്ട് തോന്നി. അതിന് സിഡക്ഷൻ എന്ന് പറയും. സിഡക്ഷൻ അതായത് എന്തായാലും മലയാളത്തിൽ പറയും സെഡ്യൂസ് എന്നൊക്കെ പറയില്ലേ, അവനെ വശീകരണം. അതെ. അപ്പൊ സാത്താന്യ വശീകരണത്തിലാണ് ഹവ്വ പഴം പറിച്ചിരുന്നത്. അതാണ് ഹവ്വ പറഞ്ഞത്, പാമ്പ് ഞങ്ങളെ വഞ്ചിച്ചു എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് പഴം പറിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോ പാമ്പ് ഞങ്ങളെ വഞ്ചിച്ചു. അപ്പോ ആദാമ്യ പാപത്തിനൊരു ബാഹ്യ കാരണമുണ്ട്. എന്നാൽ ദൂതന്മാരുടെ പാപത്തിന് ബാഹ്യ കാരണമില്ല, ആന്തരിക കാരണമേ ഉള്ളൂ. ഞാൻ എന്റെ സിംഹാസനം അവന്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കുമെന്ന് ലൂസിഫർ പറഞ്ഞപ്പോ ബാഹ്യമായിട്ട് ഏതെങ്കിലും ഒരു ദൂതൻ ഇടാൻ നീ മേല് വെക്കാമെന്ന് എനിക്ക് ദൈവമാകാമെന്ന് പറഞ്ഞിട്ടല്ല. അത് അവന്റെ ഉള്ളിൽ നിന്ന് വന്ന ചിന്തയാണ്. ഞാൻ വിചാരിക്കുന്നു ഓരോ ദൂതനും പാപം ചെയ്യുന്നത് അങ്ങനെയാണ്. അവന്റെ ഉള്ളിൽ നിന്ന് വന്നതായിരിക്കുന്ന ചിന്ത കൊണ്ട് അവൻ പാപം ചെയ്യും. ഒരു എക്സ്റ്റേണൽ കോസ് ഇല്ല. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ഒരു എക്സ്റ്റേണൽ കോസ് ഉള്ളത് കൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഒരു എക്സ്റ്റേണൽ കോസ് ദൈവം ഒരുക്കും. അതാ ബാഹ്യവശീകരണം പാപത്തിന് കാരണമായി തീർന്നെങ്കിൽ ബാഹ്യവശീകരണം രക്ഷയ്ക്കും കാരണമായി തീർന്നു. രക്ഷയ്ക്ക് തീർന്ന എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മളെ വശീകരിക്കുന്നു. ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ. ആദ്യം ഒരു പാപിയായ മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ ആദ്യം നടക്കുന്ന സംഭവം എന്താണെന്നറിയാം? ഒരാൾക്ക് പാപിയാണെന്ന് ബോധ്യം വരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ആത്മാവല്ലേ. അപ്പൊ ഞാൻ പാപിയാണെന്ന് ഞാൻ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് എന്റെ ആന്തരിക കണ്ണുകളെ തുറന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ എന്ത് കാണുന്നത്? ഞാൻ പാപിയാണെന്ന് കാണുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നിലൊരു ആന്തരിക ബാഹ്യ പ്രവർത്തനം നടന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നു. എന്റെ കണ്ണുകൾ തുറന്നു, എനിക്ക് പാപബോധം തന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് എന്നിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ആ പാപബോധവും ആന്തരിക കണ്ണും തുറന്നതിന് ശേഷമാണ് യേശു ക്രിസ്തു എന്റെ പകരക്കാരനായിട്ട് മരിച്ചു എന്ന കാര്യം എനിക്ക് ബോധ്യമായി യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയും. അപ്പൊ ആദാമിന്റെ പാപത്തിന് ബാഹ്യവശം ഉണ്ടായിരുന്ന പോലെ നമ്മുടെ രക്ഷയ്ക്ക് ഒരു ബാഹ്യവശമുണ്ട്. അതാണ് ദൈവത്തിന്റെ മുന്നറിവ് എന്നൊക്കെ പറയുന്ന ആ ബാഹ്യവശമാണ്. ദൈവം മുന്നറിഞ്ഞവരെയാണ് വിളിക്കുന്നത്, വിളിച്ചവരെയാണ് നീതീകരിക്കുന്നത്. ആ വിളിയിൽപ്പെട്ടതാണ് നമ്മുടെ കണ്ണു തുറക്കുന്നതും നമുക്ക് പാപബോധം തരുന്നതും നീതിബോധം തരുന്നതും യേശു ക്രിസ്തു ഒരു പകരക്കാരനാണെന്ന് കാണുന്നതും ഒക്കെ ഈ വിളിയുടെ ഭാഗമാണ്. എഫക്ച്വൽ കോളിംഗ് എന്നാണ്. എഫക്ച്വൽ കോളിംഗ്, ഫലവത്തായ വിളി. അതിന്റെ ഫലമായിട്ടാണ് നാം യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അപ്പൊ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ബാഹ്യവശം ഉള്ളതുപോലെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ഒരു ബാഹ്യവശം. അല്ല രക്ഷിക്കപ്പെട്ടതായ ഭാവി ഇനി എനിക്ക് രക്ഷിക്കേണ്ടത് ഇതുകൊണ്ടെന്ന് അങ്ങനെ അവൻ ആലോചിച്ച് അവൻ പല പുസ്തകങ്ങൾ വായിച്ചതിന്റെ ഫലമായിട്ടൊരു കാര്യം ബോധ്യമായി. യേശു ക്രിസ്തു എന്ന് പറഞ്ഞ പാർട്ടി മരിച്ചെങ്കിൽ മാത്രമേ രക്ഷയുണ്ടാവും. അപ്പോ കുറെ ആളുകൾ വന്ന് യേശുവിൻ്റെ അടുക്കൽ നിവേദനമായിട്ട് യേശുവെ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി, നീ മരിച്ചെങ്കിലേ ഞങ്ങൾക്ക് രക്ഷ കിട്ടും, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുമോ? നിങ്ങളെല്ലാവരും പറയാണ് ഞാൻ മരിച്ചേക്കാം. അങ്ങനെയൊന്നുമല്ല രക്ഷ സംഭവിച്ചത്. ദൈവത്തിന്റെ നിർണയത്തിൽ ദൈവം ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ മാലപ്പടക്കം ഒന്നിനു പുറകെ ഇതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ ആ സാരഡേൽ പെട്രോൾ ഒഴിച്ചല്ലേ വാക്സിൻ തേച്ച് പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. തീപ്പെട്ടി ആ വാക്സിനിലോട്ട് കൊളുത്തി കഴിഞ്ഞാൽ ഉടനെ അതിങ്ങനെ വാക്സിൻ എന്നിട്ട് ആദ്യത്തെ പടക്കട്ട പൊട്ടി, ഇതിനകത്ത് അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ടപ്പെന്ന് പൊട്ടി, മൂന്നാമത്തെ പൊട്ടി. അതാണ് ദൈവത്തിന്റെ മുന്നറിവും ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ നീതീകരണവും ദൈവത്തിന്റെ വിശുദ്ധീകരണവും ദൈവത്തിന്റെ മഹത്വീകരണവും. അവസാനത്തേത് ഗുണ്ട, അത് പൊട്ടിക്കഴിഞ്ഞ് മുന്നോട്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെയാണ്, സീരെ വേറെയാണ്. ഇതൊക്കെ ദൈവം നേരത്തെ ഇങ്ങനെ പരിപാടി ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അതാണ് ഈ തിയോളജിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചെറുക്കെ പറഞ്ഞ്, അപ്പൊ നീ ഇമ്മിണി മിടുക്കാനല്ലോ ദൈവം നിയമിച്ചു. അപ്പൊ നീ ഇമ്മിണി മിടുക്കാനല്ലേ, ഇതെല്ലാം നീ നേരത്തെ കണ്ട് കരുതി കൂട്ടി വെച്ചിരിക്കുക. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഇപ്പൊ ഈ പന്നിയുണ്ട്. അപ്പോ എല്ലാ രാത്രിയും ഒരു 11 മണിയാകുമ്പോൾ ഒരു പടി കേൾക്കാം. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്ന ജോലിക്കാരനെ പറഞ്ഞു, എടാ 11 മണിയാകുമ്പോൾ ആരോ പന്നി ഓടി വെക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, സാറേ 11 മണിക്ക് മാത്രമല്ല, 11 മണി കഴിഞ്ഞിട്ട് 11:30 ആകുമ്പോൾ ഒരു പടി കേൾക്കും, പിന്നെ 12 മണിയാകുമ്പോൾ ഒരു പടി കേൾക്കും, പിന്നെ 1 മണിയാകുമ്പോൾ ഒരു പടി കേൾക്കും, പിന്നെ 3 മണിയാകുമ്പോൾ. ഞാൻ ചോദിച്ചു അതെങ്ങനെ അരവണക്കിരിക്കുക? അങ്ങനല്ല സാറേ, ഇവര് പടക്കം കിട്ടിയിരിക്കുക എന്ന് പറഞ്ഞു. വലിയൊരു സാറുടെ പടക്കം കിട്ടിയിരിക്കുക. ഇങ്ങനെ
ഇത്ര അകലത്തിലാണ്. എന്നിട്ട് ഈ ചരടെ വാക്സ് തേച്ചിരിക്കുക, തീ പിടിക്കുന്ന വാക്സ്. അപ്പോ ഇങ്ങേ അറ്റത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചെറിയ തീ ചെറിയ ആദ്യത്തെ പടക്കം പൊട്ടും. ആദ്യത്തെ പടക്കം പൊട്ടി കഴിഞ്ഞാൽ പിന്നെ തീ ഇങ്ങനെ കുറച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ, അപ്പൊ ഈ ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ ഓരോ പടക്കങ്ങൾ പൊട്ടുക. എന്തിനാ? പന്നിയെ ഓടിക്കാൻ വേണ്ടി. അപ്പൊ വെടിയല്ല സാധനം. അപ്പൊ ഞാൻ വെച്ചിട്ട് അതൊരു നല്ല ഇലസ്ട്രേഷൻ ആണല്ലോ. ദൈവം തമ്പുരാന്റെ രക്ഷണ്യ വേലയിലും ഇതുപോലെ ദൈവം ചില പ്രവർത്തനങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചവരെ ശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചു. ഇങ്ങനെ രക്ഷയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. അതെല്ലാം സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രവർത്തനമാണ്. മനുഷ്യൻ പാപം ചെയ്തത് ബാഹ്യമായ പ്രേരണയാലാണ്. അതുകൊണ്ട് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതും ബാഹ്യമായ പ്രേരണയാണ്. ബാഹ്യമായ പ്രേരണയാണെങ്കിൽ നിർബന്ധിച്ചല്ല, ബാഹ്യമായ പ്രേരണ ആന്തരികമായ സമ്മതത്തെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഹവ്വയെ ബലമായിട്ട് പിടിച്ച് പാമ്പ് പഴം പറിച്ച് ഹവ്വയുടെ വായി വെച്ച് കൊടുത്ത് തിന്നില്ല, ഞാൻ കൊത്തിക്കളയെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല തിരിച്ചത്. ഒരു ഭാവി രക്ഷിക്കപ്പെടുന്നു, അങ്ങനെയൊന്നുമല്ല. ദൈവദൂതൻ തോക്കും പിടിച്ചോണ്ട് ഇപ്പം വിശ്വസിച്ചില്ലെങ്കിൽ തട്ടിക്കളയെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് രക്ഷിക്കപ്പെടും. ഞാൻ സുവിശേഷം കേട്ടു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സുവിശേഷം കേട്ടു. BPA എന്ന് പറഞ്ഞ ഒരാളെ എന്നോട് സുവിശേഷം പറഞ്ഞത് സൺഡേ സ്കൂളിൽ വെച്ചാണ്. യേശുവിന്റെ രക്ഷയൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ യേശു രക്ഷിതമായി ജീവനിക്കാൻ സമ്മതമുള്ളവർ താല്പര്യമുള്ളവർ എഴുന്നേക്കാൻ പറയുമ്പോൾ ഞാൻ ആദ്യം വന്ന് എഴുന്നേറ്റുള്ള കാര്യം പറയും. 10-200 ആളുകളുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുന്നേറ്റത്. എനിക്ക് 8 വയസ്സേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരോരുത്തരും അടുത്ത് പുറകിൽ നിന്ന് എഴുന്നേക്കും. സ്തോത്രം. അതെ. അപ്പൊ ഒരു ആന്തരികമായിരിക്കുന്ന സമ്മർദ്ദമൊക്കെ പരിശുദ്ധാത്മാവ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു ആന്തരിക സമ്മർദ്ദം തോന്നിയില്ല. ഇറ്റ് വാസ് നാച്ചുറൽ. സാത്താൻ ഇതൊക്കെ പറഞ്ഞ വശീകരിച്ചെന്ന് പറഞ്ഞാലും ഹൗവയ്ക്ക് ഒരു ആന്തരിക സമ്മർദ്ദം ബാഹ്യ സമ്മർദ്ദം തോന്നിയില്ല. പാപം എന്ന് പറയുന്നത് സോ നാച്ചുറൽ, രക്ഷ എന്ന് പറയുന്നത് സോ നാച്ചുറൽ. അതും സുവിശേഷം കേട്ടപ്പോ പാപബോധം ഉണ്ടായത് ആരെങ്കിലും തോക്ക് വേണ്ടിയിട്ടാണോ? സമ്മതിച്ചോണം പെട്ടെന്ന്. ഞാൻ 10 എണ്ണത്തിന് ഭാവിക്കാന്ന് ഏറ്റു പറഞ്ഞു, അല്ലെ വെടി തീരും. അങ്ങനൊന്നും അല്ലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനൊന്നും അല്ല. ചില ആളുകൾ എത്ര നാള് സുവിശേഷം കേട്ടാൽ എത്ര സമ്മർദ്ദം എന്ന് പറയണ്ട, എന്തോ ഒരു എൻകറേജ്മെന്റ് എത്ര പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ടാണ്. അപ്പൊ ബാഹ്യമായിരിക്കുന്ന മുഖാന്തരം ഉപയോഗിച്ചെങ്കിലും ഈ ബാഹ്യമായ മുഖാന്തരം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, വ്യക്തിത്വത്തിന്മേൽ ഒരിക്കലും ധ്വംസനം നടത്തി. അതാ God never violates our personality in leading us to Christ. ക്രിസ്തുവിലേക്ക് നമ്മെ നടത്താനായിട്ട് നമ്മുടെ വ്യക്തിത്വത്തിന്മേൽ ദൈവം ഒരിക്കലും ധ്വംസനം നടത്തി. ഓൾ വർക്ക്ഔട്ട് നാച്ചുറലി. പക്ഷെ അതില്ലാതെ വിട്ട് ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവിലല്ലാതെ ഒരുത്തരും യേശു കർത്താവ് നേരിട്ട് പറയാൻ സാധിക്കും. രക്ഷയുടെ ഉപദേശം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഉപദേശങ്ങളാണ്. അതേപ്പറ്റിയൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോഴേ, അപ്പോ ഈ സത്യവും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സത്യമാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത് പാപത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്, വീണുപോയ ദൂതന്മാർ അവർ വ്യക്തിപരമായ ലംഘനത്താൽ പാപികളായി. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പം വീണുപോയതായിരിക്കുന്ന മനുഷ്യരെ ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു. ആ പാപത്തിൽ നമ്മൾ പങ്കാളികളായി തീരുകയാണ് ചെയ്തത്. രണ്ടാമതായി പറഞ്ഞത്, പാപം ചെയ്യാനുള്ള ആദ്യ പ്രേരണ പുറമേ നിന്നാണ് ഉണ്ടായത് മനുഷ്യവർഗത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് രക്ഷയ്ക്കുള്ള ആദ്യ പ്രേരണയും പുറമേ നിന്നാണ്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിലാണ് ആ പ്രേരണ നൽകുന്നത്. വചനം കേൾക്കുന്നതാണ് ആദ്യം നമുക്ക് വേണ്ടി പറയാം. വചനം കേൾക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് അവിടെ വന്നുകൊണ്ടല്ലേ കേൾക്കുമ്പോൾ കൂടി പ്രവർത്തിച്ചത് അല്ലേ? എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വചനം കേട്ടു. വചനം കേട്ട സമയത്ത് ഇതാണ് മക്കളെ സത്യം, ഇത് തന്നെയാണ് സത്യം, നിന്നെ കുറിച്ചാ പറഞ്ഞത് ഭാവിയാണെന്ന്. ആ ഒരു കാര്യം നമുക്ക് ബോധ്യമാക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്രാഗ്യമായ പ്രയത്നങ്ങൾ കൊണ്ടാണ്. എന്തിനു പറയുന്നു? വിശ്വാസം പോലും ദാനമാണെന്നാ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. For by grace are ye saved through faith, and that not of yourself. ആ ദാറ്റിന്റെ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് നിങ്ങളിൽ നിന്നല്ല, ദൈവത്തിന്റെ ദാനോത്രയാവും. അതും ദൈവം തരുന്നതാണ്. അതൊക്കെ ശരിയാണെങ്കിലും ദൈവമല്ല വിശ്വസിക്കുന്നത്. ആരാ വിശ്വസിക്കുന്നത്? ദൈവം വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെട്ട ആളല്ല ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആൾ. രക്ഷിക്കപ്പെടാനുള്ളതായിരിക്കുന്ന കൃപയും മുഖാന്തരം ദൈവമോ തന്നെങ്കിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ഒരു കർമ്മം ചെയ്തതാരാ?
അതുകൊണ്ടാണ് വിശ്വസിക്കുക എന്നുള്ളൊരു കൽപ്പനയായിട്ട് എന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ബിലീവ് ഓൺ ദ ലോർഡ് ജീസസ്, ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. ബിലീവ് ചെയ്യാനുള്ളതായിരിക്കുന്ന മോട്ടിവേഷനും ബിഹേവ് ചെയ്യാനുള്ള കൃപയും അതിനുള്ളതായിരിക്കുന്ന എല്ലാം ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ ബിലീവ് ചെയ്യുക എന്ന കർമ്മം ചെയ്യേണ്ടത് ആരാണ്? ഓരോ ഭാവിയാണ്. ഇതൊക്കെ എന്ത് രസകരമായ കാര്യമാണെന്നറിയാം. ദൈവം എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് വെടിമരുന്ന് റെഡിയാണ്, തിരിയും റെഡിയാണ്, ഗുണ്ടിൻ്റെ അകത്തിട്ട് നിറച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ വെടി തീരണമെങ്കിൽ എന്ത് വേണം? ഒരു തീപ്പൊരി വേണം. തീപ്പൊരി ഇല്ല വെടി തീരൂ? ആ തീപ്പൊരി ഞാനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റും ശരിയുമുണ്ട്. അതിലെ തെറ്റെന്താന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഗുണം കൊണ്ടും എൻ്റെ തീരുമാനത്തിലും ഞാൻ ചെയ്തതാണെന്ന് സൗണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന്റെ ശരി എന്താണെന്ന് ചോദിച്ചാൽ ആ തീപ്പൊരി ഞാൻ പൊട്ടിച്ചെല്ലുന്നത് വരെ വെടി, രക്ഷയുടെ വെടി തീരുകയില്ല. അതാണ് അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർ. കൈക്കൊള്ളുന്നത് ഞാനാണ്, ദൈവമല്ല. ആസ്പത്രിയിൽ നിന്ന് പ്രസവം കഴിഞ്ഞിട്ടേ അമ്മയും കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നേഴ്സ് കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് ഒരു വെള്ളത്തുണിയിലൊക്കെ നന്നായിട്ട് കവറൊക്കെ ചെയ്ത് അല്ലേ കൊണ്ടുവന്ന് ഇങ്ങനെ തരും. ചിലപ്പോൾ അമ്മയുടെ വല്യമ്മയായിരിക്കും, അല്ലെങ്കിൽ ആരാന്ന അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? ഇനി ഞങ്ങളുടെ കൊച്ചല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു മോളെ കൊണ്ടുവന്ന് പോകും, ഒരു പൊട്ട് കിട്ടാൻ കൊണ്ട് നേഴ്സ് കൊണ്ടുവന്നേണ്ടത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചല്ലെന്ന് പറഞ്ഞു. സാറിൻ്റെയാന്ന് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ പൊട്ടുള്ള കുട്ടികളൊന്നും ജനിച്ചിട്ടില്ല, ഇതുവരെ ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി പൊട്ട് കഴുകിട്ട് കൊണ്ടുതന്ന ഇത് ഞങ്ങളുടെ കൊച്ചാന്ന് പറഞ്ഞു. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പൊട്ടിട്ട കൊച്ചിനെ കൊണ്ടുതന്നെ ഞാൻ വാങ്ങിയില്ല, അത് വാങ്ങാനൊന്നും ഇല്ല. അപ്പൊ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ അവനെ കൈക്കൊള്ളണം. ഇങ്ങനെ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ വിശ്വാസം നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ സ്വീകരിക്കുക. നിനക്ക് രക്ഷ കിട്ടും, നിന്റെ രക്ഷിതാവാണ്, നീ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനെ എന്റെ കൈ സ്വീകരിക്കും. അപ്പൊ ഞാൻ ദൈവത്തിന്റെ പൈതലായി തീർന്നു. രക്ഷയുടെ മാർഗങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊക്കെ ഇത് ആലോചിക്കുമ്പോഴേ നമുക്ക് സന്തോഷിക്കാനും സ്തോത്രം പറയാനും അല്ലാതെ നമുക്ക് ഒന്നും സാധിക്കില്ല. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ മൂന്നാമതായിട്ട് പറഞ്ഞ ആദാമ്യ ഭാവം അടിസ്ഥാനപരമായ ആധ്യാത്മിക സ്വഭാവമുള്ളത്. അത് ധാർമ്മികവും ദൈവപരവുമാണ്. പാപത്താൽ മനുഷ്യൻ മനുഷ്യനില്ലാതായി തീരുന്നില്ല. പാപത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നവനായി തീരുകയാണ്, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എന്താ ദൈവം ചെയ്യുന്നത്? ഈ അകന്നുപോയ മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയല്ല. ഗോഡ് ഈസ് നോട്ട് റെക്കൺസൈൽഡ് വിത്ത് മാൻ, ബട്ട് മാൻ ഈസ് റെക്കൺസൈൽഡ് വിത്ത് ഗോഡ്. പലരും വിചാരിക്കാൻ തിരിച്ചാണ്, ദൈവം പിണങ്ങിയിരിക്കുക, അപ്പൊ ദൈവത്തിന്റെ പിണക്ക് തീർത്ത് ദൈവത്തെ നമ്മുടെ അടുക്ക് കൊണ്ടുവന്ന് കൈ കൊടുക്കും. ദൈവം കൊടുക്കും, ദൈവം കൈ കൊടുക്ക. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് പറയുന്ന ശുശ്രൂഷയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിരപ്പിന് ആധാരമായ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ചെയ്തു. പക്ഷെ നിരപ്പിന്റെ വചനം നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളാണ് ഈ പാപിയ മനുഷ്യവിടെ കൊടുക്കട കൈ കൊടുക്കുക ദൈവത്തിന്റെ. നീ ദൈവത്തെ ഒഫൻഡ് ചെയ്തു, ആ പ്രശ്നങ്ങൾ ദൈവം പരിഹരിച്ചു, ശരി, ഐ അക്സെപ്റ്റ്. മനോഹരമാണ് അല്ലേ? അതാണ് അവനെ കൈക്കൊണ്ടതിനകത്ത് വിശ്വസിക്കുന്നത്. പുത്രനുള്ളവനെ നിത്യജീവനുണ്ട്, പുത്രനില്ലാത്ത ജീവനെ കാണുകയില്ല. പിന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയും? ഞാൻ ഉപയോഗിച്ച വേറെ ഒരു ഉദാഹരണം ഇന്നലെ പറഞ്ഞല്ലോ. ലൈറ്റ് കിട്ടാൻ എന്തോ വേണം? നിങ്ങളൊരു വീടൊക്കെ വാടകയ്ക്ക് എടുത്താ മുറി ചെന്നു വാതിലൊക്കെ തുറന്ന് ചെയ്യുന്നു, നിങ്ങൾക്ക് നോക്കുമ്പോ ഇരുട്ടാ മുഴുവൻ. ലൈറ്റ് കിട്ടാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയുള്ളൂ. അത് വയറിങ് എല്ലാം നടന്നതൊക്കെ ആണെന്നുള്ള മനസ്സിലായി. ദൈവം അങ്ങനെയാണ് നമ്മളെ കയറ്റി വിടുന്ന. മുറിയിൽ എല്ലാ വയറിങ് നടന്നതാണ്, ബൾബ് നടന്നതാണ്. പക്ഷെ നമ്മൾ ഈ ബൾബ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടേക്കണം. സ്വിച്ച് ഓൺ ചെയ്ത് പ്രകാശമുള്ള ഒരു മുറിയിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നത്, അന്ധകാരമുള്ള ഒരു സ്ഥലത്തേക്ക്. എന്നിട്ട് എന്താണ് നാം പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഹാസ് കം. അതാണ് ആ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനായി നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത്.
പക്ഷെ ഇതെങ്ങനെ വന്നതെന്ന് അപ്പോഴും നമ്മളിങ്ങനെ ഇരിക്കുന്നത് 2000 വർഷം മുമ്പ് കർത്താവ് എന്ന് പറഞ്ഞ ആള് കാൽവറിലെ കുഴിയിൽ എല്ലാവരും അവിടെ തല്ലിക്കൊന്ന് പോയി. ഞാനത് വിചാരിച്ചു എനിക്ക് രക്ഷ കിട്ടും. അതെങ്ങനെ കിട്ടും? ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഞാനൊരു മുറിക്കകത്തേക്ക് അത് നിന്നു. അവിടെ കുറച്ച് പാനലുണ്ട്, അവിടെ കുറച്ച് സ്വിച്ച് ഒക്കെ ഉണ്ട്. അതൊരാൾ പറഞ്ഞ ഒന്നാമത്തെ സ്വിച്ച് പ്രസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒന്ന് പ്രസ് ചെയ്തു, ലൈറ്റ് വന്നത്. എങ്ങനെയാണ് ലൈറ്റ് വന്നത്? എനിക്ക് പറയാം. ഇവിടെ മൂലമറ്റെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ജനറേറ്ററും ഒക്കെ ഉണ്ട്. അവിടുന്ന് കറണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇങ്ങനെ എടുത്ത് 220 ലൈനിൽ കൂടെ കൊണ്ടുവന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്, ഇലക്ട്രിക് ട്രാൻസ്ഫോർമർ സ്റ്റേഷൻസ് ഉണ്ട്. അവിടേക്ക് 220 ലൈൻ കൊണ്ടുവന്നിട്ട് എത്ര മാറ്റും? കുറഞ്ഞ പവറിലേക്ക് മാറ്റും. എന്നിട്ട് പിന്നെ അതിന് ചെറിയ ട്രാൻസ്ഫോർ ഇങ്ങനെ ഓരോ കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെ വെച്ചിട്ടുണ്ട്. അതാ 220 കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നെ വയറ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലൈറ്റ് കിട്ടുന്നത്. എന്റെ സ്വിച്ച് അമർത്തുക എന്ന് പറഞ്ഞ എന്റെ പ്രവൃത്തിയാണോ ലൈറ്റിനെ കൊണ്ടുവന്നത്? അതോ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വയറിംഗ് എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രവൃത്തിയാണോ കൊണ്ടുവന്നത്? അതോ മൂലമറ്റത്തുള്ള ജനറേറ്ററിൽ നിന്നും ഈ ജനറേറ്റർ കറക്കി കറണ്ട് ഉണ്ടാക്കി കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന പ്രവൃത്തിയാണോ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ കുത്തിയിരുന്ന് ചോദിക്കാം. നീ സ്വിച്ച് ഇട്ടില്ലെങ്കിൽ നിനക്ക് എന്തില്ല? ലൈറ്റ് ഇല്ല. അവിടെ വയറിംഗ് ഇല്ലെങ്കിൽ നിനക്ക് എന്തില്ല? എത്ര സ്വിച്ച് ഇട്ടാലും കറണ്ട് വരുമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സ്വിച്ച് അമർത്താനുള്ള കൃപയും ആരാ തരുന്നത്? അതാണ്. അതിന് നാം കാരണമല്ല, ദൈവത്തിന്റെ ദാനം. വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. ഇങ്ങനെ ദൈവം സ്വിച്ചിൽ അമർത്താനുള്ളതായിരിക്കുന്ന വിശ്വാസവും ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ഒരു ഭയങ്കര കമ്പൈൻഡ് പ്രവൃത്തികളുടെ ഒരു ആകത്തുകയാണ്. നമ്മുടെ ആൾക്കൂടെ ചെയ്യുന്നത് എന്താണ്? അരമണിക്കൂർ സുവിശേഷം കേട്ടു, നീ ഭാവിയാണ്, പാപം ചെയ്തു, പാപത്തിന് ശമ്പളം മരണമാണ്, നിനക്ക് രക്ഷിക്കാനൊക്കെയില്ല, നിനക്ക് അനുവദിക്കാനൊക്കെയില്ല, പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലേ ഉള്ളൂ, അത് പാപമുള്ള മനുഷ്യന്റെ രക്തച്ചൊരിച്ചിലുള്ള കാര്യമില്ല. ദൈവം തന്റെ പുത്രനെ അയച്ചു, ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഇറക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ രക്തം നമ്മുടെ മേൽ വിശ്വാസത്തെ തളിക്കപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ പാപത്തിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് ഇതാര് വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ ശരിയാ എനിക്ക് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ വേറൊരു പാർട്ടി ഇങ്ങനെ കയ്യപ്പെട്ടിട്ട് നീ ഇപ്പൊ വിശ്വസിക്കണ്ട അല്ലേ? അങ്ങനെ സമ്മർദ്ദം ഇല്ല, ഞാൻ വിശ്വസിക്കാൻ പോകുന്നു, എനിക്ക് രക്ഷയ്ക്ക്. എത്ര സന്തോഷം. അപ്പൊ ഇതൊക്കെ സാധ്യമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതൊരു ധാർമ്മികമാണ്. ധാർമ്മികമായിരിക്കുന്ന ഒരു പ്രശ്നത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധാർമ്മികതയാൽ, എത്തിക്സ് എന്ന് പറഞ്ഞ റിലേറ്റഡ് ടു ബിഹേവിയർ ആക്ഷൻസ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ എത്തിക്സ് കൊണ്ട് നീതിമാനായ ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം പാപരഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ പാപിക്ക് പകരക്കാരനായിട്ട് കാൽവറിലെ ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന എത്തിക്കൽ ആക്ട് കൊണ്ട് ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുകയും ആ നീതി നമ്മുടെ നീതിയായി ദൈവം അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് ദൈവം എടുക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളതായിരിക്കും എന്റെ വ്യക്തിപരമായിരിക്കുന്ന വിശ്വാസമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ സാധ്യമാകുന്നത് പാപത്തിന്റെ സ്വഭാവമാണ്. പാപം ഒരു മെറ്റഫിസിക്കൽ പ്രോബ്ലം, ആധ്യാത്മിക പ്രോബ്ലം ആയിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. കാരണം എന്താ? പാപം ചെയ്തപ്പോൾ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആത്മാവില്ലാത്ത പശുവിനെ പോലെ, ആനയെ പോലെ ഒരു ജീവിയായിട്ടാണ് രക്ഷിക്കുന്നത്. ദൈവം വിചാരിച്ച ആനെ രക്ഷിക്കാറുള്ളൂ. പണ്ട് ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗം ചെയ്യാൻ കേട്ടു. എനിക്ക് ഭയങ്കര ഷോക്ക് തോന്നി. ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് പശുവായിട്ടൊന്നും രക്ഷിക്കാൻ കഴിയുമായിരുന്നു, ഒരാനയായിട്ട് എടോ, ദൈവത്തിന് അങ്ങനെ വിചാരിക്കാൻ നോക്കില്ല, ദൈവം വിചാരിച്ചാൽ അങ്ങനെ രക്ഷിക്കാൻ നോക്കുകയില്ല. ആത്മാവില്ലാത്ത ആനയായിട്ട് വന്നെങ്ങനെ നമ്മൾ രക്ഷിക്കുന്നു? ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത ആനയായിട്ട് വന്നെങ്ങനെയാണ് നമ്മൾ രക്ഷിക്കുന്നത്? രക്ഷിക്കാനൊക്കെയില്ല, ദൈവം വിചാരിച്ച. അപ്പൊ അവരെന്താന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിന്റെ സർവശക്തി, ദൈവം അത്ര ശക്തനാണ്, ദൈവം വിചാരിച്ച അസാധ്യമായത് സാധ്യമാക്കി തരാനാണ്. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരാനായിട്ട് ദൈവം വിചാരിച്ചാലും ഒരു കാര്യം അതിൽ തന്നെ അസാധ്യമാണെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഒരു വൃത്തം വരയ്ക്കാൻ നിങ്ങൾ വിചാരിച്ചു നോക്കുമോ?
നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ 80 വർഷം കുത്തിയിരുന്ന് 3 കോണുള്ള ഒരു വൃത്തം വരയ്ക്കാൻ നോക്കുമോ? ഒന്നുകിൽ അത് വൃത്തമായിരിക്കും, അല്ലെങ്കിൽ അത് ത്രികോണമായിരിക്കും. കാരണം എന്താ? ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ആൻ ഇമ്പോസിബിലിറ്റി. നിങ്ങൾ വൃത്തം എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ഇല്ലാത്തതാണ്, ത്രികോണം എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ ഉള്ളതാണ്. അപ്പോൾ ആംഗിൾ ഇല്ലാത്തതിനെ വരയ്ക്കാനായിട്ട് ആംഗിൾസ് വെച്ച് വരയ്ക്കാൻ നോക്കുകയില്ല. അപ്പൊ ദൈവം വിചാരിച്ചാലും ഒക്കുകയില്ല. ദൈവം വിചാരിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് വെക്കാൻ വയ്യാത്തതായിരിക്കും ഒരു കല്ല് സൃഷ്ടിക്കാൻ ഒക്കില്ല. അപ്പൊ പിന്നെ ദൈവം സർവശക്തനാന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ ഇമ്പോസിബിലിറ്റീസ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് പാപം ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളതല്ല, ദൈവത്തിന് പാപം ചെയ്യാതിരിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതെ, ദൈവത്തിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയും. മനുഷ്യന് പാപം ചെയ്യാതിരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മനുഷ്യൻ പാപിയാണ്. ജന്മം കൊണ്ട് തന്നെ ഞാൻ പാപിയായി തീർന്നു, പിന്നെ ഇപ്പം പാപം ചെയ്യാതിരിക്കാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റ്യൻ അപ്രസക്തമായിരിക്കും. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് കുഷ്ഠമില്ലാത്തവനായി തീരാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെ ചെയ്താൽ കഴിയുമെന്നേ കഴിയും. കാരണം അവൻ കുഷ്ഠരോഗിയാണ്. അതുപോലെയാണ് നമ്മൾ പാപികളായ മനുഷ്യനാണ്. അപ്പോ ഈ രക്ഷയുടെ പ്രമാണങ്ങൾ രക്ഷ എന്ന് പറയുന്നത് സാധ്യമായി തീരുവാനായിട്ട് കാരണമെന്ന് പറയുന്നത് അത് ധാർമ്മികവും നിയമപരവുമായ ഒരു കാര്യമായതുകൊണ്ട് പാപത്തിന്റെ പരിഹാരവും ധാർമ്മികവും നിയമപരവുമായ കാര്യം. ധാർമ്മികമായി ദൈവത്തിന്റെ നീതിയെ ദൈവം പ്രസാദിപ്പിച്ചു. നിയമപരമായിട്ട് പാപി മരിക്കേണ്ട സ്ഥാനത്ത് പാപിക്ക് പകരക്കാരനായിട്ട് കർത്താവ് മരിച്ചു. അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട കാശ് കർത്താവ് കൊടുത്തു. ഇനി എന്നെ കണക്കാരെന്ന് കണക്കാക്കാനൊന്നുമില്ല. ഇനിയിപ്പോ രക്ഷയ്ക്കുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ മോട്ടീവ്സ് ഫോർ സാൽവേഷൻ, രക്ഷയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചതായിരിക്കുന്ന ഹേതുക്കൾ എന്തൊക്കെയാണ്? വാട്ട് മോട്ടിവേറ്റഡ് ഗോഡ് ടു സേവ് us? അങ്ങനെ ഒരു കാരണമാണല്ലോ. ഏതൊരു പ്രവൃത്തിക്കും പിന്നിൽ എന്തുണ്ട്? ഒരു കാരണമുണ്ടല്ലോ. ദൈവം മനുഷ്യൻ രക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് പിന്നിൽ ഒരു കാരണം കാണണം. അതെന്താണ്? അതേക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് നല്ലതാണ്. കാരണം അത് പറയുന്നത് കുറേയേറെ പറയാറുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ, ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്നെ പോലെയുള്ള ഒരാളെ ദൈവം തമ്പുരാൻ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് എന്ത് കാരണം? അങ്ങനെ പറയില്ല. എന്ത് കണ്ടു നീ എൻ്റെ, അല്ലേ? ഒരു നന്മയുമില്ല, ഒരു ഗുണവുമില്ല, ഒന്ന്, പിന്നെ എന്നെ രക്ഷിക്കാൻ ദൈവം എന്താ? ഈ ഇന്ത്യയിൽ തന്നെ 140-ലധികം കോടി ആളുകളുള്ളിടത്ത് എബ്രഹാം തോമസ് എന്ന് പറഞ്ഞ് എന്നെ രക്ഷിക്കാനായിട്ട് ദൈവം എന്നിൽ എന്ത് കണ്ടു? നന്മയായിട്ടൊന്നുമില്ല, നന്മയായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എന്താ? ദ മോട്ടിവേഷൻ ഗോഡ് ഹാസ്. മറ്റാരുടെയും പ്രേരണ കൂടാതെ എന്നെ രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചെങ്കിൽ അതിന് ദൈവത്തെ മോട്ടിവേറ്റ് ചെയ്തത് എന്താണ് എന്നുള്ള വലിയ ചോദ്യമാണ്. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ വലിയ മർമ്മമാണ്. ഞാൻ പറഞ്ഞ രക്ഷയെപ്പറ്റി അങ്ങോട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയാൽ എനിക്ക് രക്ഷയെപ്പറ്റി അധികം പഠിപ്പിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഠിപ്പിച്ചാലെങ്കിലും തീരുകയില്ല, തൃപ്തിയാകുകയില്ല. ഇതുപോലെ കാര്യങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ ഇത്ര അധികം ആഴമാണ്. നമ്മളെല്ലാം ഈ 1, 2, 3 1 + 1 = 2 എന്ന് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഈ അരിത്മെറ്റിക്കൽ ഇക്വേഷൻസിൽ രക്ഷയൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ആക്കി വെക്കണമെന്ന് വലിയ പ്രയാസമാണ്. ത്രിയേക ദൈവത്തിന്റെ തൃത്വത്തിന്റെ വലിയ ഒരു പ്രവർത്തനമാണ് രക്ഷ എന്നൊക്കെ പറയുന്നത്. നിത്യതയിലേ ദൈവം, ആദിയില്ലാത്ത ദൈവം ആദി എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. അപ്പോ ഇല്ലാത്ത ആദിയിൽ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അന്നേ കണ്ടു എന്നെ, നിങ്ങളെയും കണ്ടു, ദൈവം കണ്ടു. ഈ ആകാശത്ത് നിന്ന് നിങ്ങളെ വിളിക്കാനായിട്ട് ദൈവം നിങ്ങൾ എന്ത് പ്രത്യേകത കണ്ടു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കർത്താവ് ഈ ദേശത്ത് എത്രയോ വേറെ ആളുകളുണ്ട്, ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ എന്ത് കണ്ടു? എനിക്കറിയില്ല. ഒരു ഗുണവും കണ്ടില്ല, ഒരു ഗുണവും കണ്ടില്ല. പക്ഷേ ദൈവം രക്ഷിച്ചു. അപ്പൊ അതിന് ദൈവത്തിന് മതിയായ കാരണങ്ങളെ തീർച്ചയായിട്ടും കാണണം. ദൈവനാമത്തിൽ